താമരശ്ശേരി ചുരമാണ് ഈ കാണുന്നത്. അതിനപ്പുറം കേരളത്തിൻ്റെ 12ാമത്തെ പുത്രിയായ വയനാട്, വയലുകളുടെയും വേനുകളുടെയും നാട്, മൈസൂരിനും കോഴിക്കോടിനും ഇടയിൽ വഴിയുണ്ടായിരുന്ന നാട്, വേട രാജാക്കന്മാരുടെ വേടനാട്. അങ്ങനെ പലതാണ് വയനാടിനർത്ഥം. പ്രകൃതി സൗന്ദര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഹരിതലോകം, മഞ്ഞുപാളികൾക്കിടയിലെ ഹരിതഭൂപടം, ഗോത്രജനത ശിലകളിൽ കൊത്തിയ സംസ്കൃതിയുടെ പുണ്യഭൂമി, ആകാശമുട്ടുന്ന മഴക്കാടുകൾ, സസ്യജന്തുജാലങ്ങളാലും സുഗന്ധവ്യഞ്ജന തോട്ടങ്ങളാലും സമ്പുഷ്ടമായ നാട്. അങ്ങനെ പലതാണ് വയനാടിൻ്റെ പ്രത്യേകതകൾ. ഈ വയനാട്ടിലെ മലനിരകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച പ്രകൃതി സൗന്ദര്യങ്ങളും ഗ്രാമക്കാഴ്ചകളും തേടിയാണ് നമ്മുടെ ഈ യാത്ര. എല്ലാവർക്കും ദ ഇന്ത്യൻ ട്രയൽസിൻ്റെ വയനാടൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. വയനാടെന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് താമരശ്ശേരി ചുരം കയറിയുള്ള യാത്രകളാണ്. നമ്മുടെ ഈ യാത്രയും തുടങ്ങുന്നത് താമരശ്ശേരി ചുരത്തിൽ നിന്ന് തന്നെ. ചുരത്തിന് താഴെയുള്ള അടിവാരത്തിൽ നിന്ന്. സമയം രാവിലെ 9 മണി കഴിഞ്ഞെങ്കിലും കോടമഞ്ഞ് നീങ്ങിയിട്ടില്ല ഈ മലനിരകളിൽ നിന്ന്. മലനിരകളുടെ ആ ഭംഗിയും കണ്ട് ചുരം കയറി തുടങ്ങുകയാണ് ഞാൻ. കോഴിക്കോടിനെയും കർണാടകയിലെ കൊല്ലേകലിനെയും ബന്ധിപ്പിക്കുന്ന NH 766 ഭാഗമാണ് ഇന്ന് ഈ താമരശ്ശേരി ചുരം. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി അടുത്തുള്ള അടിവാരം മുതൽ വയനാട്ടിലെ ലക്കിടി വരെയുള്ള ഈ 14 കിലോമീറ്റർ ചുരത്തിലൂടെ 9 ഹെയർപിൻ ബെൻഡുകൾ കയറി വേണം മുകളിലെത്താൻ. ചുരത്തിൻ്റെ ഒരു അറ്റം കിടക്കുന്നത് വയനാട്ടിലായതിനാൽ വയനാടൻ ചുരമെന്നും ഇതറിയപ്പെടുന്നുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഈ മലനിരകൾ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ കൊണ്ടും വെള്ളച്ചാട്ടങ്ങൾ കൊണ്ടും സമ്പുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ചുരം കയറിയുള്ള വയനാടൻ യാത്രകൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2625 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരത്തിൻ്റെ മുകളിൽ കയറി ഒരു ചായയും കുടിച്ച് താഴ്വാരത്തെ കോടമഞ്ഞിറങ്ങുന്നതും കണ്ട് തിരിച്ചിറങ്ങുന്ന ധാരാളം സഞ്ചാരികളെ വഴിയിൽ കാണാം. അത്രയും മനോഹരമാണ് ഇന്ന് ഈ ചുരത്തിലെ ഓരോ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ. ചുരം കയറി വരുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് തൊട്ടടുത്തുള്ള തുഷാരഗിരി വെള്ളച്ചാട്ടമാണ്. ചുരത്തിലെ ചിപ്പിലിത്തോട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലെത്താം. കോടമഞ്ഞിറങ്ങിയ മലനിരകളുടെ മനോഹരമായ കാഴ്ചകൾ ഈ വഴിയിൽ നിന്ന് നമുക്ക് കാണാം. തുഷാരഗിരി പോകുന്ന വഴിയിലെ നല്ലൊരു വ്യൂ പോയിന്റാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചുരത്തിൻ്റെ ഭാഗങ്ങളും അതുപോലെ തട്ടായിട്ട് ഇവിടുന്ന് മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഏകദേശം ഒരു 6-7 തട്ട് എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഫെയ്ഡായി പോകുന്നുണ്ട്. അതുപോലെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. അപ്പോൾ വെള്ളച്ചാട്ടം ക്ലോസ്ഡാണ്. ഇതിൻ്റെ മെയിൻ ഓഫീസ് ആ ഭാഗത്താണ്. പക്ഷേ ആ ഭാഗത്ത് ഒന്ന് പോയി നോക്കാം, ഓപ്പൺ അല്ല എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് വെള്ളതാ ഈ പാലത്തിന് മുകളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ പോകുന്ന പാലത്തിന് മുകളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ താഴ്ഭാഗത്ത് കൂടി വെള്ളം ഒലിക്കുന്നതും നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളവും അതുപോലെ ആ വെള്ളം പതിഞ്ഞു വരുന്ന ഭാഗമുണ്ടല്ലോ, വെള്ളം തട്ടി പതിഞ്ഞു വരുന്ന ഭാഗത്ത് ചെറിയൊരു ഗ്രീൻ കളർ ഷെയ്ഡും കാണുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്താണ് മെയിൻ ഫാൾ. നമുക്ക് ഡ്രോണൊന്ന് പറത്തി നോക്കാം. മെയിൻ ഫാളിൻ്റെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പഞ്ചായത്തിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. തുഷാരഗിരി എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ എന്നാണ്. ഈ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 അരുവികൾ ഇവിടെ വെച്ച് ഒന്നിക്കുകയും ശേഷം ചാലിപ്പുഴയായി അറബിക്കടലിലേക്ക് ഒഴുകുന്നു. 3 വെള്ളച്ചാട്ടങ്ങളിലൂടെയാണ് ഈ നദി ഇവിടെ താഴോട്ടൊഴുകുന്നത്. ഓരോ വെള്ളച്ചാട്ടത്തിലും വെള്ളം താഴോട്ട് കുത്തനെ ചാടുമ്പോൾ പാറകളിൽ തട്ടി സ്പ്രേ പോലെ ചെറുതുള്ളികളായി ചിതറുന്നത് കൊണ്ടാണ് ഇവക്ക് തുഷാരഗിരി എന്ന് വിളിക്കുന്നത്. ഏറാട്ടുമുക്ക്, മഴവിൽ ചാട്ടം, തുമ്പിത്തുള്ളിച്ചാട്ടം എന്നിവയാണ് ഈ 3 വെള്ളച്ചാട്ടങ്ങൾ. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് 100 മീറ്റർ അകലെയാണ് ഏറാട്ടുമുക്ക് വെള്ളച്ചാട്ടം. അവിടെ നിന്ന് വീണ്ടും ഒരു 500 മീറ്റർ കൂടി മുകളിലേക്ക് കയറിയാൽ മഴവിൽ ചാട്ടം എത്തും. വീണ്ടും 1 കിലോമീറ്റർ കൂടി ട്രെക്ക് ചെയ്ത് വേണം തുമ്പിത്തുള്ളുംപാറ വെള്ളച്ചാട്ടത്തിലെത്താൻ. 75 മീറ്റർ ഉയരത്തിൽ നിന്ന് ചാടുന്ന തുമ്പിത്തുള്ളുംപാറ വെള്ളച്ചാട്ടമാണ് ഇതിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ട്രെക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് സന്ദർശിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഈ തുഷാരഗിരി. കാട്ടിലൂടെ 5 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് ഈ അരുവിയുടെ ഉത്ഭവസ്ഥാനത്തെത്താം. ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെയും മറ്റു കാട്ടുമൃഗങ്ങളെയും ഈ ട്രെക്കിംഗ് പാതയിൽ നിന്ന് നമുക്ക് കാണാം.
അതുകൊണ്ട് തന്നെ ധാരാളം പ്രകൃതി സ്നേഹികളും പക്ഷി നിരീക്ഷകരും ഇവിടെ സ്ഥിരമായി എത്താറുണ്ട്. ഈ വഴിയരികിലുള്ള 400 വർഷം പഴക്കമുള്ള ഒരു വൻമരമാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. താന്നിമുത്തശ്ശി എന്നാണ് ഈ മരം അറിയപ്പെടുന്നത്. ഈ മരത്തിൻ്റെ പൊള്ളയായ ഭാഗത്ത് ഒരു സമയം 3 പേർക്ക് വരെ നിൽക്കാൻ കഴിയും. തുഷാരഗിരിയിൽ നിന്ന് തുടങ്ങി വയനാട്ടിലെ വൈത്തിരിയിലെത്തുന്ന ഒരു ട്രക്കിംഗ് റൂട്ടും ഇവിടെയുണ്ട്. വന്യജീവികൾ നിറഞ്ഞ നിത്യഹരിത വനത്തിലൂടെയാണ് ഈ ട്രക്കിംഗ് പാത കടന്നു പോകുന്നത്. തുഷാരഗിരിയിലെ മറ്റൊരു ആകർഷണമാണ് ഇവിടെ പുഴയ്ക്ക് കുറുകെയുള്ള ആർച്ച് ബ്രിഡ്ജ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് ബ്രിഡ്ജ് കൂടിയാണിത്. എല്ലാ ജൂലൈ മാസത്തിലും മലബാർ റിവർ ഫെസ്റ്റിവൽ നടക്കുന്നത് ഇവിടെ വെച്ചാണ്. കയാക്കിംഗ്, റിവർ റാഫ്റ്റിംഗ് പോലെയുള്ള ധാരാളം മത്സരങ്ങൾ ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഇവിടെ നടക്കാറുണ്ട്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെയും കോഴിക്കോട് DTPCയുടെയും ആഭിമുഖ്യത്തിലാണ് ഇവിടെ ഫെസ്റ്റിവൽ നടക്കുന്നത്. 15-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ കയാക്കിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ലോകത്തിലെ തന്നെ മികച്ച 5 വൈറ്റ് വാട്ടർ കയാക്കിംഗ് ഉത്സവങ്ങളിലൊന്നായി മലബാർ റിവർ ഫെസ്റ്റിവൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിലെ തണുത്ത വെള്ളത്തിലെ കയാക്കിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി നേരിയ താപനിലയിലുള്ള ഇവിടുത്തെ കയാക്കിങ്ങുകൾ മത്സരാർത്ഥികൾക്ക് വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ നദിയിലെ കുത്തൊഴുക്കുള്ള വെള്ളവും ഇടക്കുള്ള ചെറിയ ചെറിയ തട്ടുകളും വൈറ്റ് വാട്ടർ കയാക്കർമാരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ ലോകത്തിലെ തന്നെ മികച്ച 5 വൈറ്റ് വാട്ടർ കയാക്കിംഗ് ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കോഴിക്കോട് DTPCയുടെ അധീനതയിലാണ് ഇന്ന് തുഷാരഗിരി വെള്ളച്ചാട്ടം. ടിക്കറ്റ് കൗണ്ടറും ഇൻഫർമേഷൻ സെൻ്ററും കൊത്തുപണികളാലും ചിത്രകലകളാലും മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. ഓഫീസിൻ്റെ ചുമരുകളിലും തൂണുകളിലും കാടിനെ സംരക്ഷിച്ചു വന്ന ആദിവാസി ഗോത്രങ്ങളെയും പ്രതിപാദിക്കുന്ന ചിത്രരചനകൾ കാണാം. ലോക്ക്ഡൗൺ ആയതിനാൽ ടിക്കറ്റ് കൗണ്ടർ തുറന്നിട്ടില്ല. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താൻ കഴിയാത്ത സങ്കടവുമായി തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഞാൻ മടങ്ങി. തുഷാരഗിരിയിൽ നിന്ന് ചുരത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ട ചെറിയൊരു മനോഹരമായൊരു തോട്, ചെറിയ തോടാണ്, പക്ഷെ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ. ഇതിൻ്റെ പേര് ചിപ്പിൽ തോടെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ പേര് അല്ല, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിട്ട് ഇങ്ങനെ പാറൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒലിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. തുഷാരഗിരിയിൽ നിന്ന് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് ഇവിടെ കുറച്ചു നേരം തോട്ടിലിറങ്ങാമെന്ന് കരുതി. ചെറിയ തോടാണിത്. മൺസൂൺ ആയതിനാൽ നല്ല വെള്ളമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവിടെ മഴ കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല തെളിവെള്ളമാണ് തോട്ടിലൂടെ ഒലിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കനത്ത മഴയിൽ ഒലിച്ചു വന്ന ധാരാളം പാറക്കല്ലുകൾ കാണാം ഈ തോട്ടിൽ. അതിലൂടെയെല്ലാം മല്ലടിച്ചൊഴുകി ഈ വെള്ളം ചാലിപ്പുഴയിലെത്തും. ശേഷം ചാലിയാറിലൂടെ അറബിക്കടലിൽ ചേരും. നല്ലൊരു അടിപൊളി തോട്, നല്ല തണുപ്പാട്ട വെള്ളം. ഞാൻ മുഖം കഴുകി, നല്ല തണുപ്പാണ് വെള്ളം. തുഷാരഗിരിയും ചിപ്പിലിത്തോടും കണ്ട് വീണ്ടും ചുരം കയറി തുടങ്ങി ഞാൻ. സമയം ഉച്ച കഴിഞ്ഞതോടെ ചുരത്തിലെ തിരക്കും കൂടി വരുന്നു. ഈ ഭാഗത്ത് ചുരത്തിൻ്റെ 2 വശവും ഇടതൂർന്ന വനമാണ്. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ ചുരത്തിലെ ആദ്യത്തെ വ്യൂ പോയിന്റ് എത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴ്വാരം ശരിക്ക് കാണാം.
അതുപോലെ കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന കോഴിക്കോട്ടിലെ സമതലങ്ങളും കുന്നുകളും മലകളും. കുറച്ചു ദൂരം കൂടി മുകളിലോട്ട് സഞ്ചരിച്ചപ്പോൾ ചുരത്തിലെ പ്രധാന ആകർഷണമായ 4-ാം വളവിലെത്തി. 3 ഹെയർപിൻ ബെന്നുകൾ ഇവിടെ ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് ചുരത്തിലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ ഭാഗം കൂടിയാണിത്. വലിയ വാഹനങ്ങൾക്ക് ഈ വളവിലൂടെ പ്രയാസമില്ലാതെ കടന്നു പോകുന്നതിനു വേണ്ടി ഇവിടെ വീതി കൂട്ടി വിശാലമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ കുറച്ച് തട്ടുകടകൾ വന്നതിന് ശേഷം ഇതുവഴി കടന്നു പോകുന്ന യാത്രികർ ഇതൊരു വ്യൂ പോയിന്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ദൂരയാത്ര ചെയ്യുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരെ ലക്ഷ്യമാക്കി തുടങ്ങിയ ഈ കടകളിലെല്ലാം ഇന്ന് ചുരം കാണാൻ വരുന്നവരാണ് കൂടുതൽ. ചുരത്തിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് തടസ്സമാകും വിധം വഴിയരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് എല്ലായിടത്തും കാണാം. വീക്കെൻഡിൽ ഇതിലും കൂടുതൽ തിരക്കായിരിക്കും ഇവിടെയെല്ലാം. അതിൻ്റെ എല്ലാം ഇടയിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസുകളും. ചില സമയത്ത് മണിക്കൂറുകളെടുക്കും ആംബുലൻസുകൾക്ക് പോലും ഈ ചുരമിറങ്ങി താഴെ എത്താൻ. വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് തന്നെയാണ് ആംബുലൻസുകൾക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരുന്നത്. എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരിടത്ത് പുതിയൊരു മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുമ്പ് ഇതുവഴി വരുമ്പോൾ ഇവിടെ എല്ലാം ധാരാളം വാനരപ്പടയെ കാണായിരുന്നു. ഇപ്പോൾ അങ്ങിങ്ങായി കുറച്ചു മാത്രം. ലോക്ക്ഡൗൺ ആയതിനാൽ സഞ്ചാരികളുടെയും വാഹനങ്ങളുടെയും എണ്ണം ചുരത്തിൽ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാനരും ഉൾക്കാടുകളിലേക്ക് വലിഞ്ഞിട്ടുണ്ട്. ചിലരെല്ലാം അവയുടെ നാച്ചുറൽ ഫുഡ് ഹാബിറ്റിലേക്ക് തിരിച്ചുപോയി എന്ന് നമുക്ക് കരുതാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും മുകളിലെ വ്യൂ പോയിന്റിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം. ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് മുകളിലെത്താൻ. 4-ാം വളവിലെ മുകളിലെ ഹെയർപിൻ ബെൻഡിൽ നിന്ന് ഇടതുഭാഗത്ത് അടിവാരം വരെ പോകുന്ന ഒരു ചെറിയ പോക്കറ്റ് റോഡ് കാണാം. ഹെയർപിൻ ബെൻഡിൽ ബൈക്ക് പാർക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ഈ റോഡിലേക്ക് കുറച്ച് മാറ്റിയാണ് ഞാൻ ബൈക്ക് പാർക്ക് ചെയ്തത്. അപ്പോഴാണ് അവിടെ ഒരു അരുവി കണ്ടത്. ഒരു ചെറിയ കാട്ടരുവി. നല്ല തെളിവെള്ളമാണ് ഇവിടെയും. ചുറ്റും കാനന മരങ്ങളും ചെടികളും. നല്ല തണുത്ത വെള്ളം. കുറച്ചു നേരം അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് പിന്നീട് യാത്ര തുടർന്നത്. പണ്ടൊക്കെ കുതിരവണ്ടിക്കും കാളവണ്ടിക്കും മാത്രമേ ഈ ചുരത്തിലൂടെ കടന്നു പോകാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഏത് പാതിരാ നേരത്തും ഏത് വണ്ടിക്കും ഈ ചുരത്തിലൂടെ സുഖമായി സഞ്ചരിക്കാം. ധാരാളം നിഗൂഢ കഥകൾ നിറഞ്ഞ ഒരു പാത കൂടിയാണിത്. ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ. ഈ ചുരം നിർമ്മിക്കുന്നതിന് മുമ്പ് മലബാറിനെയും വയനാടിനെയും ബന്ധിപ്പിച്ചിരുന്നത് കുറ്റ്യാടി ചുരമായിരുന്നു. അതിലൂടെയായിരുന്നു ടിപ്പു സുൽത്താനും പടയാളികളും മലബാറിലെത്തിയിരുന്നത്. ടിപ്പു സുൽത്താനുമായി കൂറു പുലർത്തിയിരുന്ന ഒളിപ്പോരാളികളായിരുന്നു കുറ്റ്യാടി ചുരത്തിൻ്റെ കാവൽപട. അതുകൊണ്ട് തന്നെ കുറ്റ്യാടി ചുരം താണ്ടി ടിപ്പുവിനെ ആക്രമിക്കാൻ ബ്രിട്ടീഷുകാർ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിയത്. ഇതിനൊരു പരിഹാരം കാട്ടിലൂടെ മറ്റൊരു വഴി കണ്ടെത്തുക എന്നതാണ്. ദുർഘടമായ ചെങ്കുത്തായ മലകളും വന്യജീവികളും നിറഞ്ഞ ഈ കാട്ടിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തിന് ഒന്നിച്ച് സഞ്ചരിക്കാൻ പറ്റിയ ഒരു വഴി കണ്ടെത്തണം. കുത്തനെയുള്ള മലകളും അപകടകരമായ മൃഗങ്ങളും തന്നെയാണ് പ്രധാന വെല്ലുവിളികൾ. കുറെ ശ്രമിച്ചെങ്കിലും എല്ലാ ശ്രമവും വിഫലമായി. കാട് മുറിച്ച് കടക്കാൻ ഒരു ഉത്തരവുമില്ലാതെ കുറെ വലഞ്ഞു ബ്രിട്ടീഷ് സൈന്യം. എന്നാൽ ബ്രിട്ടീഷ് സൈന്യത്തിലുണ്ടായിരുന്ന നാട്ടുവാസികൾക്ക് ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരം കരിന്തണ്ടൻ എന്നായിരുന്നു. ചുരത്തിലെ ചിപ്പിലിത്തോടായിരുന്നു കരിന്തണ്ടൻ്റെ ഊര്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജീവിച്ചിരുന്ന കരിന്തണ്ടൻ ഈ ഭാഗത്ത് കാണപ്പെട്ടിരുന്ന പനയ ഗോത്രത്തിൻ്റെ അന്നത്തെ മൂപ്പനായിരുന്നു. എണ്ണക്കറുപ്പും കാരിരുമ്പിൻ്റെ കരുത്തും നിറഞ്ഞ ഒരു ആചാനഭാവുമായിരുന്നു കരിന്തണ്ടൻ. ആടിൻകൂട്ടവുമായി ഈ കാട്ടുകളിലൂടെ ചുറ്റിത്തിരിയുന്ന കരിന്തണ്ടനെ അത്ഭുതത്തോടെയാണ് ബ്രിട്ടീഷ് സൈന്യം നോക്കിക്കണ്ടത്. ഏത് വിധേനയും കരിന്തണ്ടനെ സ്വാധീനിച്ച് കാട് മുറിച്ചു കടക്കാൻ വഴിയൊരുക്കുക എന്നതായി പിന്നീട് സൈന്യത്തിൻ്റെ പദ്ധതി. തൻ്റെ നാടിനെയും ഗോത്രത്തെയും ഉപദ്രവിക്കരുത് എന്ന വ്യവസ്ഥയോടെ കരിന്തണ്ടൻ ബ്രിട്ടീഷ് സൈന്യത്തിന് വഴിയൊരുക്കാൻ സമ്മതിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് സൈന്യവും കരിന്തണ്ടനും കാട് കയറി. കരിന്തണ്ടൻ്റെ അസാമാന്യ കഴിവുകൾ കണ്ട് ബ്രിട്ടീഷുകാർ അന്താളിച്ചു നിന്നു. കാടിൻ്റെ ഏത് മുക്കും മൂലയും കരിന്തണ്ടൻ അറിയാം. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം
ഗന്ധം കൊണ്ട് മനസ്സിലാക്കിയ കരിന്തണ്ടൻ പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളെയെല്ലാം അകറ്റി നിർത്തി. മല കയറുന്നതിന് അദ്ദേഹത്തിൻ്റെ രീതി വ്യത്യസ്തമായിരുന്നു. ആടിൻ പറ്റത്തെ മുന്നോട്ട് വിട്ട് അതിൻ്റെ പിറകിലായിരുന്നു കരിന്തണ്ടൻ നടന്നിരുന്നത്. മല കയറാനുള്ള എളുപ്പ വഴി മനുഷ്യനേക്കാൾ മൃഗങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന സാധാരണ യുക്തിയാണ് കരിന്തണ്ടൻ ഉപയോഗിച്ചത്. വളരെ ബുദ്ധിമുട്ടിയ ദിനരാത്രങ്ങളുടെ പരിശ്രമത്താൽ കരിന്തണ്ടനും ബ്രിട്ടീഷുകാരും കാട് വെട്ടിത്തെളിച്ച് വഴി കണ്ടെത്തി. ചതിയുടെ കഥകൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ടിപ്പുവുമായി മുട്ടാൻ പുതിയ പാതയൊരുക്കിയ സന്തോഷത്തിലാണ് ബ്രിട്ടീഷുകാർ. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ദക്ഷിണേന്ത്യയിൽ പടയോട്ടം വ്യാപിപ്പിക്കാൻ ഈ പാതയൊരുക്കിയത് കരിന്തണ്ടൻ എന്ന ഒരു കറുത്ത വർഗ്ഗക്കാരൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് എന്ന തിരിച്ചറിവ് ബ്രിട്ടീഷുകാരെ കുറച്ചൊന്നല്ല അലോസരപ്പെടുത്തിയത്. ഈ ചരിത്ര മുഹൂർത്തത്തിലെ കരിന്തണ്ടൻ്റെ പങ്ക് പുറംലോകം അറിയാതിരിക്കാനും കരിന്തണ്ടൻ ഈ പാത മറ്റാർക്കെങ്കിലും കാണിച്ചു കൊടുക്കാതിരിക്കാനും കരിന്തണ്ടൻ ഇനി ജീവിച്ചുകൂടാ എന്ന് ബ്രിട്ടീഷ് സൈന്യം തീരുമാനിച്ചു. അങ്ങനെ പാതയുടെ പണി പൂർത്തിയായ ലക്കിടിയിൽ വെച്ച് തന്നെ ബ്രിട്ടീഷുകാർ കരിന്തണ്ടന് നേരെ നിറയൊഴിച്ചു. എന്നാൽ ആ തിരക്കൊന്നും കരിന്തണ്ടന് ഒന്ന് തൊടാനും പോലും കഴിഞ്ഞില്ല. അവിടെ നിന്ന് രക്ഷപ്പെട്ട് മലയിറങ്ങി കരിന്തണ്ടൻ. സ്ഥിരമായി കയ്യിലണിഞ്ഞിരുന്ന ഗോത്രവളയുടെ ശക്തി കൊണ്ടാണ് കരിന്തണ്ടൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്ന കേട്ടറിവിൽ നിന്ന് കരിന്തണ്ടനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം എന്നായി ബ്രിട്ടീഷ് മേധാവികളുടെ ലക്ഷ്യം. ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും മാത്രമായിരുന്നു കരിന്തണ്ടൻ ഈ വള കയ്യിൽ നിന്ന് ഊരിവെക്കുന്നത്. കരിന്തണ്ടനെ നിരീക്ഷിക്കാനായി ബ്രിട്ടീഷ് പടയാളികളും ഇതിനോടകം മലയിറങ്ങിയിരുന്നു. കരിന്തണ്ടൻ കുളിക്കാൻ നേരം ഊരിവെച്ച ഗോത്രവള ഈ പടയാളികൾ കൈക്കലാക്കുകയും അതന്വേഷിച്ച് നടന്ന കരിന്തണ്ടനെ കാടിൻ്റെ മറപറ്റി വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ആ വെടിവെച്ച ഈ കൊടും കാട്ടിലൂടെ അലയടിച്ചുവെങ്കിലും കാടിൻ്റെ മകനും വേണ്ടി ഒരു ശബ്ദവും പുറത്തു വന്നില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അരങ്ങുവാണിരുന്ന ആ കാലത്ത് ഒരു താഴ്ന്ന ജാതിക്കാരന് വേണ്ടി ആര് ശബ്ദമുയർത്താൻ? ഇവിടെ അവസാനിക്കുന്നില്ല കരിന്തണ്ടൻ്റെ കഥകൾ. ഒരു കാലത്ത് കാടിൻ്റെ സംരക്ഷകനായ കരിന്തണ്ടൻ പിന്നീട് ഭയമായി മാറുന്നതാണ് ഈ നാട് കണ്ടത്. രാത്രി കാലങ്ങളിൽ പലരും കരിന്തണ്ടനെ ചുരത്തിൽ കാണുന്നു. രാത്രി യാത്രികരെ കരിന്തണ്ടൻ്റെ ആത്മാവ് ചുരത്തിൽ അപായപ്പെടുത്തുന്നു എന്ന വാർത്ത ജനങ്ങളെ ആകെ ഭീതിയിലാക്കി. ചുരത്തിൽ ഒരു അപകടം നടന്നാൽ അതിൻ്റെ കുറ്റക്കാരൻ കരിന്തണ്ടനായി. ഭയന്നുണ്ടായ അപകടങ്ങളുടെ പരമ്പരയായിരുന്നു പിന്നീട് വയനാടൻ ചുരത്തിൽ. അങ്ങനെ ചുരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന കരിന്തണ്ടൻ്റെ ആത്മാവിന് ഒരു മന്ത്രവാദി ചങ്ങലയിൽ ആവാഹിച്ച് ലക്കിടിയിൽ ഒരു മരത്തിൽ തളച്ചു. ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ കരിന്തണ്ടന് സ്മരണ പുതുക്കാനായി ഈ മരത്തിനരികിൽ നിർത്താൻ തുടങ്ങിയതോടെ ഈ ചങ്ങല മരത്തിനു താഴെ വിളക്കുകളും ഭണ്ഡാരവും വന്നു. കരിന്തണ്ടൻ മുപ്പൻ പിന്നീട് കരിന്തണ്ടൻ മുത്തപ്പനായി മാറി. മുത്തപ്പന് കൂട്ടായി പിന്നീട് കുട്ടിച്ചാത്തനും മുനീശ്വരനുമുള്ള പ്രതിഷ്ഠകളും ഇവിടെ സ്ഥലം പിടിച്ചു. അങ്ങനെ പനയ ഗോത്രക്കാരനായ കരിന്തണ്ടനെ ആവാഹിച്ച ചങ്ങലമരത്തിന് അടുത്ത് ഒരമ്പലവും വന്നു. ഈ പറഞ്ഞതിൽ ചിലതെല്ലാം ചരിത്ര സത്യങ്ങളാണ്, ചിലത് വിശ്വാസങ്ങളും. എന്തായാലും എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2ാം ഞായറാഴ്ച കരിന്തണ്ടൻ സ്മൃതി ദിനമായി ആചരിച്ചു വരുന്നു. കരിന്തണ്ടനെയും ഓർത്ത് ചുരം കയറി മുകളിലെ ലക്കിടി വ്യൂ പോയിന്റിലെത്തിയപ്പോഴേക്കും സമയം ഇരുട്ടിയിരുന്നു. തണുപ്പും കൂടി വരുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന താഴ്വാരം കാണാം. വ്യൂ പോയിന്റ് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയാൽ കോഴിക്കോട് വയനാട് ബോർഡർ എത്തും. വെൽക്കം ടു വയനാട് എന്നെഴുതിയ ആ പച്ച കവാടം കടന്നതോടെ വയനാട്ടിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര. ഈ വയനാട്ടിലെ മലമടക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച പ്രകൃതി ഭംഗി തേടിയുള്ള യാത്രാവിശേഷങ്ങൾ അടുത്ത എപ്പിസോഡുകളിലായി കാണാം.